രാമസീതാ തത്വം. ആളുകള്, പുരവാസികളായിട്ടുള്ള ആളുകള് ശ്രീരാമൻ കാട്ടിലേക്ക് പോണ സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ദുഃഖത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ ദുഃഖമൊക്കെ തീർക്കാനായിട്ട് അയോധ്യയിലെ പുരോഹിതനായിട്ടുള്ള വാമദേവ മഹർഷി അദ്ദേഹം അവർക്ക് ഉപദേശം നൽകി. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ട് ഇടുവിനേവരും. രാമനെ ചിന്തിച്ച് ആരും സങ്കടപ്പെടണ്ട. നീ സീതയെക്കുറിച്ചോ ഒട്ടും വേണ്ട. ഞാൻ തത്വത്തെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേട്ടോളൂ, ഉള്ളം തെളിഞ്ഞു കേട്ടോളൂ. ആരായി രാമൻ? രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ. രാമനായാലും സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ ആദിനാരായണനായിട്ടുള്ള ഭഗവാനാണ്. ലക്ഷ്മണനായത് അനന്തൻ, ലക്ഷ്മണനായിട്ടുള്ള അനന്തമൂർത്തിയാണ്, അതിശേഷനാണ്. ജനഗജാ ലക്ഷ്മി ഭഗവതി ലോകമായ പര. ആ ലോകമായയായ ലക്ഷ്മി ഭഗവതിയാണ് സീതയായിട്ട് വന്നിരിക്കുന്നത്. മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. മായാഗുണങ്ങൾ, സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ അവലംബിച്ച് കായഭേദം, ശരീരഭേദങ്ങളെ ധരിക്കുന്നു ഈ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. രാജസ ഗുണം, രജോ ഗുണത്തോട് കൂടിയിട്ട് രാജീവ സംഭവൻ എന്ന് പറഞ്ഞാൽ താമരയിലുണ്ടായവൻ ബ്രഹ്മാവായിട്ട് പ്രപഞ്ചദ്വയം. പ്രപഞ്ചദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രപഞ്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർധ്വലോകങ്ങളും അധോലോകങ്ങളും. അങ്ങനെ രണ്ട് പ്രപഞ്ചം. ഇതിനെ തന്നെയാണ് 14 ലോകങ്ങളെന്നും ത്രിലോകങ്ങളെന്നൊക്കെ പറയുന്നത്. അങ്ങനെ സൃഷ്ടിച്ചു. എന്നിട്ടോ സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരൻ. സത്വ ഗുണത്തോടു കൂടിയിട്ട് ഭഗവാൻ വിഷ്ണുവായിട്ട് നിത്യവും രക്ഷിക്കുന്നു, പാലിക്കുന്നു. ഈശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവ് സാധനൻ. ഈശ്വരൻ ആരാണ്? ആദ്യനാണ്, ഏറ്റവും ആദ്യം ഉണ്ടായ ആളാണ്. അജനാണ്, ജന്മമില്ലാത്തവനാണ്, പരമാത്മാവാണ്. ഇനിയോ രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. രുദ്രനായിട്ട് തമോ ഗുണത്തോട് കൂടിയിട്ട് ആ പാർവതീദേവിയുടെ ഭർത്താവായിട്ട് ആ ഭഗവാൻ സംഹരിക്കുന്നുണ്ട് രുദ്രരൂപത്തിൽ. ഇത്രയും ത്രിമൂർത്തികൾ ആയിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ആ ഭഗവാൻ തന്നെ, പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് ത്രിമൂർത്തികളായിട്ട് അവതരിക്കുന്നത്. ഇനി ഭഗവാന്റെ ദശാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കിക്കൊടുത്തത് ഈ രാഘവൻ. വൈവസ്വതമനു, നമ്മൾ ഇപ്പോൾ വസിക്കുന്ന മന്വന്തരത്തിലെ മനുവാണ് വൈവസ്വതമനു. വൈവസ്വതൻ വിവസ്വാന്റെ മകൻ, സൂര്യന്റെ മകനാണ്. ആ മനുവിന്റെ ഭക്തിയിൽ പ്രസന്നനായിട്ട് ഭഗവാൻ മകരാവതാരം, മകരമത്സ്യമായിട്ട് അവതരിച്ചു. എന്നിട്ടോ വേദങ്ങളൊക്കെ ഹയഗ്രീവൻ എന്ന് പറഞ്ഞ അസുരൻ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയതാ. അവനെ നിഗ്രഹിച്ച് വേദാവിന്, ബ്രഹ്മാവിന് തിരിച്ചു കൊടുത്തു ഈ രാഘവൻ. ആ രാഘവൻ തന്നെയാ, ആ ഭഗവാൻ തന്നെയാണ് ശ്രീരാമനായി വന്നിരിക്കുന്നത് പറയാം. ഇനി രണ്ടാമതോ പാധോനിധി മദനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ. പാദോനിധി മദനം, പാൽക്കടൽ കടയുന്ന സമയത്ത് പണ്ട് മന്ദരപർവ്വതം പാതാളലോകത്തിലേക്ക് പോയി. അപ്പോ 1,00,000 യോജന വിസ്താരമുള്ള വലിയ ആമയായിട്ട് വന്ന് ഭഗവാൻ തൻ്റെ മുതുകത്ത് ആ മന്ദരപർവ്വതത്തെ എടുത്തുയർത്തി. ആ ഭഗവാൻ തന്നെയാണ് ഈ ശ്രീരാമനായി വന്നിരിക്കുന്നത്. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഗൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. പന്നി ആയിട്ട്, കാട്ടുപന്നിയായിട്ട് വന്ന് തൻ്റെ തേറ്റമേൽ ഭൂമിയെ ആ കാരണജലത്തിൽ നിന്ന് എടുത്ത് രസാതലത്തിൽ നിന്ന് കൊണ്ടുവന്ന് ആ വാരിധിയിൽ, കാരണസമുദ്രത്തില് കളിച്ചത് എല്ലാറ്റിനും കാരണപുരുഷനായ ഈ രാഘവൻ തന്നെയാണ്, ഈ ഭഗവാൻ തന്നെയാണ്. ഇനി അടുത്തതായിട്ടോ നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ.
വലിയ അട്ടഹാസം കൊണ്ട് ഗർജനം കൊണ്ട് നരസിംഹമൂർത്തിയായിട്ട് വന്ന് പ്രഹ്ലാദനെ പരിപാലിക്കാനായിട്ട് വന്നു. എന്നിട്ടോ തൻ്റെ നഖങ്ങളെ കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ മാറിടത്തെ പിച്ചു ചീന്തി എല്ലാവരെയും രക്ഷിച്ചത് രക്ഷാചതുരനായ ഈ ലക്ഷ്മീദേവിയുടെ ഭർത്താവായിട്ടുള്ള ഈ ഭഗവാൻ തന്നെയാണ്. പിന്നെ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ട് അർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോട് അവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന് അതിഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. അതിഥിദേവി, ദേവന്മാരുടെ അമ്മയായ അതിഥിദേവി ദേവന്മാർക്ക് രക്ഷിക്കാനായിട്ട് ഒരു മകനുണ്ടാവണം, ഭഗവാൻ തന്നെ അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭഗവാൻ അവളുടെ മകനായി ഇന്ദ്രാനുജനായി, ഇന്ദ്രന്റെ അനിയനായി ഉപേന്ദ്രനായിട്ട് അവതരിച്ചു. പിന്നീട് വാമനനായി ആ വാമനൻ ബലിയോട് ചെന്ന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് ചോദിച്ചു വാങ്ങി. പിന്നെ ത്രിവിക്രമനായി അത് മുഴുവൻ അളന്നെടുത്ത്, ത്രിലോകങ്ങളെ മുഴുവൻ അളന്നെടുത്ത് ഇന്ദ്രന് തന്നെ തിരിച്ചു കൊടുത്തു. ആ ത്രിവിക്രമനാണ് ഈ രാമൻ തന്നെയാണ് അത് ചെയ്തത്. പിന്നെ അടുത്തതായിട്ട് ധാത്രീസുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രീസുരദ്വേഷികൾ, ധാത്രീസുരന്മാരെ ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നതായ അസുരന്മാര് ധാത്രീപതി കുലന്മാരായി ക്ഷത്രിയന്മാരായി വന്നു. അവരെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഭാർഗവനായി ജനിച്ചു, ഭാർഗവരാമനായി പരശുരാമനായി ജനിച്ച് ഈ ഭഗവാൻ തന്നെയാണ്, ഈ രാഘവൻ തന്നെയാണ്. എന്നിട്ടാണ് അവരെയൊക്കെ മുച്ചൂടും നശിപ്പിച്ചത്. ഇപ്പൊ ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധാവരനായി പിറന്നീടിനാൻ ധാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിവാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ഇപ്പൊ ദശരഥന്റെ മകനായിട്ട് ശ്രീരാമനായി ജനിച്ചിരിക്കുക. ധാത്രി സുധാവരൻ ആ സീതാദേവിയുടെ ഭർത്താവായിട്ട് വന്നിരിക്കുക. ധാത്രിഞ്ചരകുലം, അക്ഷസന്മാരുടെ കുലമൊക്കെ നശിപ്പിച്ചിട്ട് ഭൂമിയുടെ ഭാരത്തെ തീർക്കും ഈ ഭഗവാൻ. ആ ഭഗവാൻ വാസ്തവത്തിൽ ആരാണ്? ആ അദ്യൻ, അജൻ, പരമാത്മാ, പരാപരൻ. ആദ്യന ഏറ്റവും ആദ്യമുള്ള ആളാണ്. അജനാണ്, ജന്മമില്ലാത്തവനാണ്. പരമാത്മാവാണ്. പരാപരൻ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവനാണ്. വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. ആ ഭഗവാനെ അറിയാൻ സാധിക്കില്ല വാസ്തവത്തിൽ. പക്ഷെ എന്നാലും വേദാന്തവാക്യങ്ങളെ കൊണ്ട് അറിയാവുന്നവനാണ്, പരമമായിരിക്കുന്നവനാണ്. നാരായണൻ ഓരോ നരന്മാരുടെയും അയനമായിട്ടുള്ളവനാണ്. പുരുഷോത്തമൻ, പുരുഷന്മാരിൽ വെച്ച് ഉത്തമ പുരുഷനാണ്. അവ്യയൻ, വ്യയം ചെയ്യാൻ പറ്റാത്ത, നാശമില്ലാത്തവനാണ്, ഏറ്റക്കുറച്ചുകളില്ലാത്തവനാണ്. കാരണമാനുഷൻ, എല്ലാറ്റിനും കാരണമായിട്ടുള്ള ആളാണ്. രാമൻ മനോഹരൻ, എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവനാണ്, മനോഹരനാണ്. അങ്ങനെയുള്ള രാമൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നത്. രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുക. ദേവന്മാരെ ഹിതമനുസരിച്ചാ പോകുന്നത്. ഇന്ന് അതിന് കാരണം മന്ധരയല്ല കാരണം, കൈകേയിയല്ല കാരണം, ഭ്രമിക്കായിക. ആരും ഭ്രമിക്കേണ്ട, രാജാവുമല്ലല്ലോ, ദശരഥനുമല്ല. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകയാ. സാക്ഷാ വിഷ്ണു ഭഗവാനാണ് രാമനായി വന്നിരിക്കുന്നത്. ഭഗവാന്റെ മഹാമായയാണ് സീതയായി വന്നിരിക്കുന്നത്. ആ സീത ആരാണ്? സൃഷ്ടിസ്ഥിതി ലയകാരിണി. തന്നോടും സൃഷ്ടി സ്ഥിതി ലയം ഇവയ്ക്കൊക്കെ കാരണിയായിരിക്കുന്നവളാണ് ആ സീത. പുഷ്ടപ്രമോദം പുറപ്പെട്ടത് ആ സീതയോടുകൂടി ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പുറപ്പെട്ടത്. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ. ഇന്നലെ നാരദൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് രാഘവൻ പറഞ്ഞിട്ടുണ്ട്, തട്ടഞ്ചരാന്യ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും. ആ രാക്ഷസന്മാരെ കൊല്ലാനായിട്ട് ഞാൻ വനത്തില് എന്തായാലും നാളെ പോകുന്നു എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ. അത് കാരണമാണ് ശ്രീരാമൻ പോകുന്നത്. ഇന്നു വിഷാദം കളവിനെല്ലാവരും. ഇപ്പൊ നിങ്ങളുടെ സങ്കടം കളഞ്ഞോളൂ. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമേത് ജപിപ്പിനെല്ലാവരും. രാമനെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? രാമ എന്ന് ജപിക്കൂ. നിത്യവും രാമേതി ജപിക്കുന്ന മർത്യന് ദിവസവും രാമ എന്ന് ജപിക്കുന്ന ആൾക്ക് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. മരണഭയം ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. ആ മരണം ഭയം ഉൾപ്പെടെയുള്ള ഭയങ്ങളൊന്നും ഉണ്ടാവില്ല. അതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും. എല്ലാവർക്കും കൈവല്യം, മോക്ഷം, മുക്തിയെ കിട്ടും. ഇത് നിർണയം, ഉറപ്പാണെന്ന് പറയാം. ദുഃഖസൗഖ്യാദി വികല്പങ്ങളില്ലാതെ
നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ. ഈ രഘുസത്തമൻ ശ്രീരാമൻ ആരാണ്? ദുഃഖം സുഖം തുടങ്ങിയ വികല്പങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്, നിഷ്കളനാണ്, കലകളില്ലാത്തവനാണ്. ന്യൂനാതിരേകവിഹീനൻ, കുറവ് കൂടുതല് അതൊന്നുമില്ലാത്ത ആളാണ്. നിരഞ്ജനൻ, ഒരു തരത്തിലുള്ള അഴുക്കും പറ്റാത്തവനാണ്. നിശേഷേണ രഞ്ജിപ്പിക്കുന്നവനാണ്. ആനന്ദസ്ഫൂർണൻ, ആനന്ദപൂർണനായിരിക്കുന്നവനാണ്, നിറഞ്ഞ ആനന്ദമായിരിക്കും. അനന്തൻ, അതീവന്തമില്ലാത്തവനാണ്. അനാകുലൻ, ദുഃഖങ്ങളില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭഗവാന്റെ സ്വരൂപം ഇങ്ങനെയാണ്. അങ്ങനെയുള്ള ഭഗവാന് ദുഃഖം ഉണ്ടാവുമോ? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു, ഭക്തജനങ്ങൾക്ക് ഭജിക്കാനായിട്ട് ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. ഭക്തപ്രിയനായുള്ള ഭഗവാൻ ഭൂമിയിൽ ജനിച്ചു. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു, പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായ ഈശ്വരൻ. പങ്ക്തിരഥൻ ദശരഥൻ, ദശരഥന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട്, രാവണനെ കൊല്ലാനായിട്ട്, കൊന്ന് ലോകത്തെ 3 ലോകങ്ങളെയും രക്ഷിക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചു. ബാലിശന്മാരെ, ബാലിശന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ ബുദ്ധിയുള്ള ആൾക്കാരെ. ആ ഭഗവാനെ ഇങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾ. മനുഷ്യനായിട്ട് ഭഗവാനാ വന്നിരിക്കുന്നു. രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു, വാമദേവൻ വിരമിച്ചോരനന്തരം വാമജേന വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനങ്ങളും പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. ആ രാമ ചരിതത്തെക്കുറിച്ച് വാമദേവ മഹർഷി പറഞ്ഞു നിർത്തി. അപ്പൊ മനസ്സിലായി ഈ രാമൻ ആരാണ്? സാക്ഷാൽ നാരായണനാണ്. അത് കേട്ടപ്പോ വലിയ ആനന്ദം ഉണ്ടായി, പരമാനന്ദമുണ്ടായി. ആ സമുദ്രത്തിൽ അങ്ങനെ മുങ്ങി. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. സീതയും രാമനും ആ സീതാരാമന്മാരെ കുറിച്ചുള്ള ഈ രഹസ്യം ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് രാമനിൽ വലിയ ഭക്തി ഉണ്ടാവും, ആമയനാശം ഉണ്ടാവും, ദുഃഖമില്ലാതെ ഉണ്ടാവും. ഗോപനീയം രഹസ്യം പരമീദൃശം, ഇത് വളരെ അതീവ രഹസ്യമായിട്ടുള്ളതാണ്. പാപവിനാശനം, പാപത്തെ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞു. കാരണം എന്താണ്? ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ. നിങ്ങൾക്ക് രാമനോട് വലിയ പ്രിയമാണ്, രാമന്റെ ഭക്തരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രാമതത്വം പരമോപദേശം ചെയ്തു. നിങ്ങൾക്ക് ആ പരമമായ രാമതത്വത്തെ ഞാൻ പറഞ്ഞെന്ന്. താപവും തീർന്നത് പൗരജനങ്ങൾക്കും. ഇങ്ങനെ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചുമുള്ള തത്വം കേട്ടപ്പോ അവരുടെ സങ്കടമൊക്കെ തീർന്നു. താപസശ്രേഷ്ഠനും മോദാലിരുന്നള്ളി. ആ വാമദേവ മഹർഷി അവിടുന്ന് അവർക്ക് ആ ഉപദേശം നൽകി പോവുകയും ചെയ്തു.